ഇന്ന് നമ്മൾ നല്ലൊരു കാഴ്ചയോട് കൂടിയാണ് നമ്മളെ വീഡിയോ തുടങ്ങുന്നത്. നമ്മളെ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ലെങ്കിലും നേരിട്ട് കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. കാരണം നമ്മളെ റംബുട്ടാനൊക്കെ നല്ല രീതിയിൽ പൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ച റംബുട്ടാനും അതിൻ്റെ അടുത്തുള്ള മറ്റൊരു റംബുട്ടാനും നല്ല രീതിയിൽ പൂത്ത് വന്നിട്ടുണ്ട്. നിറയെ പൂത്ത് വന്നിട്ടുണ്ട്. അത് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഇതിൽ വീഡിയോയിൽ ക്ലിയർ ഇല്ലാന്ന് മാത്രം. കഴിഞ്ഞ പ്രാവശ്യം കാഴ്ചയൊക്കെ നല്ല രീതിയിലൊക്കെ വളർന്ന് നല്ല ടേസ്റ്റോട് കൂടിയുള്ള റംബുട്ടാനൊക്കെയാണ് നമുക്ക് ലഭിച്ചത്, നല്ല ഗുണമേന്മയുള്ളത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണാനും ഇതിൻ്റെ ചുവട്ടിലൊക്കെ വന്നിരിക്കുമ്പോഴൊക്കെ നല്ലൊരു എനർജിയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ നട്ട് നനച്ചത് പൂവിട്ട് കാഴ്ച നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു തണുപ്പെല്ലാം കൂടി ആകുമ്പോൾ നല്ല മനസ്സിനൊക്കെ ഒരു കുളിർമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ പല വീടുകളിലും കാണുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാകും നമ്മളെ വീട്ടിലൊക്കെ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ നട്ട് വളർത്തിയാലോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് തന്നെ നമ്മൾ പല നഴ്സറിയിൽ നിന്നും നേരിട്ടും കൊറിയറായിട്ടൊക്കെ വരുത്തും. അപ്പോൾ അതൊക്കെ എങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാം എന്നതും കൂടിയാണ് നമ്മളിത് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ചെയ്ത അറിവിൻ്റെ മൂലമാണ് നമുക്കിത് നിങ്ങളോട് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നിറയെ ആഗ്രഹിക്കുന്നതും വാങ്ങുന്നതൊക്കെയാണ്. അപ്പോൾ അത് വാങ്ങിക്കൂട്ടുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് പരിചരണ രീതി, പെട്ടെന്ന് വളരാനും കായ പിടിക്കാനൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഈ വീഡിയോ മുഴുവനും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെയൊക്കെ ചെയ്തു നോക്കിയാൽ നിങ്ങളുടെ വീട്ടിലും നല്ല രീതിയിലൊക്കെ പ്ലാന്റുകൾ വളരും. അതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ കൊറിയറായി വാങ്ങുന്നതിൻ്റെ കാര്യം നമ്മൾ പറയാം. കൊറിയറായി വാങ്ങുന്നത് നമ്മൾ പെട്ടെന്ന് കളക്ട് ചെയ്ത് അതിൻ്റെ പാക്കിങ്ങൊക്കെ നമുക്ക് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ റിമൂവ് ചെയ്ത് അതിനെ ഫ്രീ ആക്കി എടുക്കണം. പിന്നീട് ചിലപ്പോൾ അതിൽ മണ്ണൊക്കെ വളരെ കുറവായിരിക്കും. പ്ലാന്റുകളുടെ തൂക്കം കുറയാൻ വേണ്ടി മണ്ണൊക്കെ കൂടുതൽ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളതിൽ മണ്ണ് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരും. നമ്മൾ പാക്കിങ് പൊട്ടിച്ച ഉടനെ അതിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ 5-6 ദിവസം നല്ല തണലുള്ള സ്ഥലത്ത് വെച്ചിട്ട് അതിന് നനച്ച് കൊടുക്കുക. അതിൻ്റെ മുഖത്തേക്ക് വെള്ളം തിളച്ച് കൊടുക്കുക, പിന്നെ അടിയിൽ നനച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 6-7 ദിവസം വെച്ചതിന് ശേഷമേ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ച് നടാൻ പറ്റുള്ളൂ. അല്ലാതെ കിട്ടിയ ഉടനെ തന്നെ നമ്മളത് പറമ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ് ആകെ പാടെ കരിഞ്ഞു പോകും. അങ്ങനെ 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ അതിനെ കവറൊക്കെ മെല്ലെ റിമൂവ് ചെയ്ത് മണ്ണിളക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല സ്ഥലം നോക്കി നട്ടുപിടിപ്പിക്കാം. നട്ടുപിടിപ്പിക്കുമ്പോൾ കൂടുതൽ വളപ്രയോഗം പാടില്ല, അതും അതിന് ദോഷം ചെയ്യും. വളമിടാനുള്ളൊരു തടം പോലെ അതിനെ ഒഴിവാക്കിയിട്ട് കുറേശ്ശെ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കാം. പിന്നെ അത് തളിരൊക്കെ വരുന്നുണ്ടെന്ന് കണ്ടാൽ പിന്നീടാണ് നമ്മളത് നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ ചെയ്യുന്ന രീതി, നമ്മൾ കൊറിയറായിട്ട് പല തൈകളും വാങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പാക്കിങ്ങൊക്കെ റിമൂവ് ചെയ്ത് അതിന് മണ്ണില്ലെങ്കിൽ മണ്ണ് ഫില്ല് ചെയ്ത് 6-7 ദിവസം തണലിൽ വെച്ച് നന്നായിട്ട് നനച്ചു കൊടുത്ത് വെള്ളം തെളിച്ചു കൊടുത്ത് അതിനെ ഉഷാറാക്കുക എന്നാണ്. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ മറ്റൊരു പോളിത്തീൻ കവറോ ചെറിയ ചട്ടിയിലോ നമ്മളതിനെ നട്ടുപിടിപ്പിക്കാം. അരിയിലും മണ്ണൊക്കെ ചേർത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അത്ര മാത്രമേ നമ്മൾ വളർത്തി കൊടുക്കൂ. അതിൻ്റെ ശേഷം നമ്മളതിനെ നല്ല വെയിൽ കിട്ടുന്ന ടെറസിൻ്റെ മേലേക്കാണ് കൊണ്ടുവരുന്നത്. കാരണം അത് 2-3 മാസം കൊണ്ട് നല്ലൊരു കരുത്തുള്ള ചെടിയായിട്ട്, ചിലത് പൂവും കായോട് കൂടിയായിട്ടാണ് നമ്മൾ പിന്നെ അതിനെ നമ്മളെ പറമ്പിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടെറസിൻ്റെ മേലേക്ക് കയറ്റി വിടുന്നത്. കാരണം അത് സൂര്യപ്രകാശം കിട്ടേണ്ട ഏറ്റവും കൂടുതൽ കിട്ടേണ്ട ചെടികളാണ് നമ്മളങ്ങനെ ചെയ്യാറുള്ളത്. എന്നാൽ മാംഗോസ്റ്റിൻ, അബിയു അങ്ങനെയുള്ളതിന് നമ്മൾ ടെറസിൻ്റെ മേലെ കാണിക്കുകയെന്നില്ല. കാരണം അതിന് തണലാണ് ഇഷ്ടം. മറ്റുള്ള നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക പ്ലാന്റുകളും നല്ല വെയിൽ കിട്ടി നന്നായിട്ട് വളരും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ടെറസിൻ്റെ മേലെ വെച്ച് വളർത്തി 3 മാസം 4 മാസം വളർത്തിയതിന് ശേഷം പിന്നീട് പറമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്താണ് നമ്മളിവിടെ കാണിച്ചത്. പലതവണ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടത്. അതാണ് നമ്മളെ പ്ലാന്റുകളൊക്കെ പെട്ടെന്ന് വളർന്ന് കാണുന്നത്. നല്ല വെയിൽ കിട്ടിയാൽ നല്ല അതിശയിപ്പിക്കുന്ന വളർമയാണ് നമ്മളെ പ്ലാന്റുകൾക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ചില പ്ലാന്റുകൾക്ക് നന്നായിട്ട് വെയിൽ കിട്ടണം. അപ്പോൾ വെയിൽ നല്ല കിട്ടുമ്പോഴാണ് ഇത് നന്നായിട്ട് വളരുക. അപ്പോൾ എല്ലാവരുടെ പറമ്പിലും നല്ല രീതിയിൽ വെയിലൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ വാങ്ങി വെക്കുന്ന പ്ലാന്റ് നമ്മൾ നേരിട്ട് നമ്മളെ പറമ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് വളരാനൊക്കെ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തൊരു കശുവണ്ടിയുടെ മാവാണ്, പറങ്കി മാവ് എന്ന് പറയും. അപ്പോൾ അത് വളരെ ചെറുതായിരുന്നു. ഒരു 2 മാസം കൊണ്ടുള്ള വളർച്ചയാണത്. നല്ല രീതിയിൽ വളർന്നു. ഇത് പൂവൊക്കെ ഉണ്ടായിരുന്ന പൂവ് നമ്മൾ പൊട്ടിച്ചിട്ടതാണ്. അപ്പോൾ അതുപോലെ ഇത് പേരയ്ക്ക 2.5 മാസം കൊണ്ട് ഇത്രയും വളർന്നു കിട്ടി. അപ്പോൾ നമുക്ക് താഴേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ ആക്കിയിട്ട് ഇതുപോലെ ടെറസിൻ്റെ മേലെ നല്ല വെയിൽ കിട്ടുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. അതിന് കൃത്യമായിട്ട് കുറച്ച് വളങ്ങളും മണ്ണുകളൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ചെയ്തു കൊടുക്കുക. നടുമ്പോൾ തന്നെ വളങ്ങൾ കോരി ചെരിയേണ്ട,
അപ്പോൾ അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ നമ്മളെ പറമ്പിൽ വെച്ച് വളരുന്നേക്കാൾ കൂടുതൽ പെട്ടെന്ന് വളർച്ച കിട്ടും. ഇതിപ്പോൾ 2.5 മാസം 3 മാസം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അത് പ്രയാസപ്പെട്ടൊരു കാര്യമില്ല. നമ്മൾ ഇതിൻ്റെ കൂടെയുള്ളതൊക്കെ നമ്മൾ നിങ്ങൾക്കൊക്കെ കൊറിയറായിട്ട് പല ആൾക്കാർക്കും ചോദിച്ചവർക്കൊക്കെ അയച്ചു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയുള്ളൊരു നാടൻ പേരയുടെ ഒരു ലെയർ ചെയ്ത് തൈ ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് തന്ന അതേ പ്ലാന്റ് നമ്മളിവിടെ കാണിച്ചു തരാം. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഒന്നും ആവാത്ത, ഒരു പൊടിപ്പ് പോലും ആവാത്ത പ്ലാന്റാണ് ഈ കാണുന്നത്. അന്ന് ആർക്കും കൊടുക്കാതെ അത് ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമായിരുന്നു. ആ പ്ലാന്റാണ് ഇവിടെ കാണുന്നത്. ഇനി മറ്റൊരു പ്ലാന്റ് കാണിച്ചു തരാം. ഇതന്ന് പൂക്കളും കായ്കളും ഒന്നും ഇല്ലാത്ത പ്ലാന്റ് ആയതുകൊണ്ട് ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ആ പ്ലാന്റാണ് ഇത്. നിങ്ങൾ വെച്ചതൊക്കെ എത്ര വളർന്നോ എന്നൊന്നും നമുക്കറിയില്ല. വളർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ നമ്മളെ പ്ലാന്റുകൾ വളർന്നു വരും. അപ്പോൾ വെയിൽ ആവശ്യമായിട്ട് നല്ലോണം വേണ്ട പ്ലാന്റുകളെ നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെച്ച് നന്നായിട്ട് വളർത്തിയതിൻ്റെ ശേഷം വേണമെങ്കിൽ നമ്മളെ പറമ്പിലൊക്കെ നമ്മൾ ചെയ്ത പോലെ നട്ടുപിടിപ്പിച്ചാൽ മതി. ഒരു 2-3 ആഴ്ച മുന്നേ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ള ലോങ്ങൻ മൾബറിയാണ് നമ്മളിവിടെ കാണിച്ചത്. ഇത് നമ്മൾ നടുമ്പൊക്കെ കാണിച്ച് നമ്മളത് നടുമ്പോൾ പ്രൂണിങ് ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ശേഷമുള്ള വളർച്ചയാണിത്. അപ്പോൾ എത്ര ദിവസം കൊണ്ട് നമ്മൾ താഴെ വെച്ച് കഴിഞ്ഞാൽ, വെയിലില്ലാത്ത ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത്രയൊന്നും വളരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ വാങ്ങുന്നവരും അതിനെയൊക്കെ നല്ല രീതിയിൽ പരിചരിക്കണം, നമ്മളെ വീട്ടിലുണ്ടാവണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ നമ്മൾ ഈ പറയുന്നതൊക്കെ ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിലും നല്ല രീതിയിൽ പ്ലാന്റുകൾ, ഏത് പ്ലാന്റ് വേണമെങ്കിലും നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ നമ്മളെ അനുഭവം കൊണ്ട് മാത്രമാണ് നമ്മളിത് പറയുന്നത്. ഇത് നമ്മളെ ഒലീവിൻ്റെ തൈയാണ്, 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതും 3 മാസം പ്രായമായ തൈകളാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനിപ്പോൾ താഴെ കൊണ്ടായാലൊന്നും ശരിയാവില്ല. ഇതിനെ നമ്മൾ ഇവിടെ തന്നെ വലിയ ഡ്രമ്മിലൊക്കെ വളർത്തേണ്ടി വരും. കാരണം ഇതിന് എപ്പോഴും നല്ല രീതിയിൽ വെയിലൊക്കെ കിട്ടേണ്ട ഒരു ചെടി തന്നെയാണ് നമ്മളെ ഒലീവ്. അപ്പോൾ പ്ലാന്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അത് വളർത്തിയെടുക്കാൻ, അതിൻ്റെ ഉദ്ദേശിച്ച രീതിയിലൊക്കെ വളരാൻ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.